കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് തൻ്റെ ട്രൂത്ത് ഒഫീഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു. അതിനകത്ത് ഇറാനെതിരെ വലിയ സൈനിക ആക്രമണം നടത്താൻ അമേരിക്കയും ഇസ്രായേലും തീരുമാനിച്ചിരുന്നു. പക്ഷേ ഇറാനും മേഖലയിലെ മറ്റ് രാജ്യങ്ങളും എന്നോട് കേണപേക്ഷിച്ചു യുദ്ധം നിർത്താൻ. അങ്ങനെ അഭ്യർത്ഥിച്ചതുകൊണ്ട് ഞാൻ തൽക്കാലം യുദ്ധം നിർത്താൻ പോകുന്നു, അല്ലെങ്കിൽ അതിനുള്ള കരാറിൽ ഞാൻ ഒപ്പിടാൻ പോകുന്നു എന്നാണ് ട്രംപ് കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതിന് പിന്നിലൊരു കാര്യമുണ്ട്. സാധാരണ നമ്മൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ, ഡൊണാൾഡ് ട്രംപ് രാജ്യത്തെ ലോകത്തിന് സമാധാനം വരുത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തതെന്നും. പക്ഷെ തീർച്ചയായിട്ടും അതല്ല. എന്താണ് അതിൻ്റെ യഥാർത്ഥ കാരണം എന്ന് വെച്ചാൽ, ഇറാൻ്റെ പ്രോക്സികൾ, അതായത് ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. അവർ ഇറാൻ്റെ ഒരു സായുധ സഖ്യമാണ്. പ്രാദേശികമായിട്ടുള്ള കുറച്ച് പേരാണ് ഇത് രൂപം കൊടുത്തിരിക്കുന്നത്. അപ്പം ഇവർ വീണ്ടും ശക്തി പ്രാപിക്കുന്നു എന്നൊരു അറിവ് ഇസ്രായേലിനും അമേരിക്കയ്ക്കും കിട്ടിയിട്ടുണ്ട്. കാരണം ഈ 3 വർഷത്തിലേറെയായി ഗാസ, ലെബനൻ, സിറിയ, ഇറാഖ്, ഒമാൻ അങ്ങനെയുള്ള ഇവിടങ്ങളിലൊക്കെ നടന്ന യുദ്ധങ്ങളിലൂടെ ശരിക്കും പറഞ്ഞാൽ ഇറാൻ്റെ ശക്തി കുറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രോക്സികൾ, ഈ പ്രോക്സി നമുക്ക് അവരെ പറയാൻ പറ്റില്ല, സഖ്യശക്തി എന്നാണ് പറയുന്നത്. അതായത് ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് തന്നെയാണ് അവരുടെ പേര്. അപ്പോൾ ഇവരുടെ ശക്തികളൊക്കെ കുറഞ്ഞു, ഇവരുടെ ആയുധങ്ങൾ കുറഞ്ഞു, ഇവരുടെ ആൾബലം കുറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവർ പിന്നോട്ട് പോയി എന്നൊരു ധാരണയുണ്ടായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്ത് ഈ അമേരിക്ക ഇറാൻ യുദ്ധം നടക്കുന്നതിനിടയിൽ തന്നെ ഈ സഖ്യശക്തികൾ വീണ്ടും ശക്തി പ്രാപിച്ചു വന്നതിനായിട്ടുള്ള തെളിവുകളാണ് നമ്മൾ ചെങ്കടലിൽ ഹൂത്തി ആക്രമണം കണ്ടു. അതുകൂടാതെ തന്നെ നമ്മൾ ഈ ഇറാഖിൽ മിലീഷ്യസ്, അവരെ ആ മിലീഷ്യസ് എന്നൊക്കെ പറയുന്നത് ഇറാൻ്റെ പ്രോക്സികളാണ്. പക്ഷേ അവരെയൊക്കെ ആക്രമിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. അതുകൂടാതെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ഇവർ ലക്ഷ്യമിടുന്നത് കണ്ടു. കാര്യം ഇവരുടെ ഒരു യുദ്ധത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ സാധാരണ ഒരു രാജ്യത്തോട് യുദ്ധം നേടുമ്പം നേരിട്ട് യുദ്ധം ചെയ്യുന്ന പോലല്ല ഇവർ. ഒരു രാജ്യം വേറൊരു രാജ്യത്തോട് യുദ്ധം ചെയ്യുമ്പോൾ മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും, മറ്റു പല ലൊക്കേഷനിൽ നിന്നും മറ്റു പല കാര്യങ്ങളും ചെയ്യണം. ഇപ്പോൾ അമേരിക്കയുടെ തന്നെ സൈനിക താവളങ്ങൾ ഗൾഫിൽ പല സ്ഥലങ്ങളിലുണ്ട്, പല രാജ്യങ്ങളിലുണ്ട്. അപ്പോൾ അമേരിക്ക ഇറാനുമായിട്ടുള്ള യുദ്ധം നടത്തുമ്പോൾ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ എല്ലാത്തിലും അവിടെയെല്ലാം ഈ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ്, ഈ പ്രോക്സികൾ യുദ്ധം നടത്തും. അങ്ങനെ നടത്തുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാര്യം നമ്മൾ നേരിട്ടുള്ള യുദ്ധം മാത്രമല്ല ഇത്, ഇവർ പലരും പല സ്ഥലത്തു നിന്നാണ് യുദ്ധം ചെയ്യുന്നത്. അത് ഇവരുടെ ഒരു പ്രത്യേകതയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇറാൻ്റെ ഈ സഖ്യശക്തികൾ ശക്തി പ്രാപിച്ചു വരുന്നു എന്നുള്ള ഒരു വിവരം ഈ ട്രംപിനും ഇസ്രയേലിനും, അമേരിക്കയ്ക്കും ഇസ്രയേലിനും മറ്റ് അമേരിക്കയോട് അല്ലെങ്കിൽ അമേരിക്കയോട് സൗഹൃദം സ്ഥാപിക്കുന്ന മറ്റ് രാജ്യങ്ങൾക്കും മനസ്സിലായതോടുകൂടി തന്നെ, ഇപ്പോൾ സൗദി അറേബ്യയ്ക്കും അമേരിക്കയോട് ഒരു ടൈപ്പ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് ഇത് മനസ്സിലായതോടുകൂടി ഇവരെല്ലാം തന്നെ ഈ യുദ്ധത്തിൽ നിന്ന് പതുക്കെ തൽക്കാലം ഇതിനൊരു വിരാമമിടാം എന്ന് ഇവർ തന്നെ വിചാരിച്ച് അങ്ങനെയാണ് യുദ്ധം തൽക്കാലത്തേക്ക് നിർത്തിവെക്കാം, അങ്ങനെയുള്ള കരാറിൽ ഇറാനുമായിട്ട് ഏർപ്പെടാമെന്ന് അമേരിക്കയെ ട്രംപ് വിചാരിച്ചിരുന്നത്. അങ്ങനെയാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവർ തൽക്കാലത്തേക്കൊന്ന് മാറി നിൽക്കാമെന്ന് വിചാരിച്ചത്. അതല്ലാതെ ട്രംപിന് ലോക രാജ്യങ്ങളോടുള്ള സ്നേഹം കൊണ്ടോ, അതല്ല യുദ്ധം നിർത്തി കഴിഞ്ഞ് നമ്മുടെ ഇന്ത്യയോട് എന്ന് വെച്ചാൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ, ഈ ഗൾഫ് കൺട്രീസിലുള്ള ഈ അവരുടെ എണ്ണ, ക്രൂഡ് ഓയിലിനൊക്കെ വില കൂടി, അപ്പം അങ്ങനെ രാജ്യങ്ങൾ ബുദ്ധിമുട്ടും, അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടോ അവർ ബുദ്ധിമുട്ടണ്ട എന്ന് വിചാരിച്ചിട്ടല്ല ഈ യുദ്ധം തൽക്കാലത്തേക്ക് മാറ്റിവെക്കുന്നത്. ഇത് കാരണം തന്നെയാണ്. അപ്പം ഇതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെയാണ്. അപ്പം ഇവരുടെ ഒരു ആക്രമണത്തിനും ഒരു പ്രത്യേകതയുണ്ട്. ഈ പ്രോക്സികൾ, അല്ലെങ്കിൽ ഈ സഖ്യശക്തികളുടെ, അത് അവർ പരമ്പരാഗത ഒരു യുദ്ധമുറയൊന്നും അല്ല അവർ നടത്തുന്നത്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡ്രോൺ ആക്രമണങ്ങളും മിസൈൽ ആക്രമണങ്ങളും കടൽ ഗതാഗത തടസ്സങ്ങൾ ഉണ്ടാക്കും. അതുപോലെ ചെറുകിട ആക്രമണങ്ങൾ അവർ അവിടെ ഇവിടെയൊക്കെ നടത്തും. അതെല്ലാം ഒരേ സമയം ഇവർ നടത്തും എന്നുള്ളത്. ഒറ്റ ടൈമാണ് ഇവരിതെല്ലാം കൂടി ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരും. എവിടെയെങ്കിലും നമ്മൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പം ആ ഭാഗത്ത് മാത്രമല്ല പ്രത്യാക്രമണം വരുന്നത്, മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും പ്രത്യാക്രമണം വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഏത് സ്ഥലത്താണ് ഇവർ ആക്രമിക്കുന്നത് നമുക്ക് കറക്റ്റായിട്ട് വെളിപ്പെടുത്താനും പറ്റില്ല. അങ്ങനെ ഒരു യുദ്ധ രീതിയാണ് ഇവരുടേത്. അപ്പോൾ പ്രത്യക്ഷമായി ഇവർ ഈ ഇന്ത്യയെ ഇത് ബാധിക്കില്ലെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഹോർമസ് കടലിടുക്ക്, ചെങ്കടലിൽ എണ്ണക്കപ്പൽ ഗതാഗതം, ഇതൊക്കെ ഗതാഗത തടസ്സം. അതായത് ഹോർമസ് കടലിടുക്കിൽ ഒരു തടസ്സം വന്നപ്പോഴാണ് ചെങ്കടൽ വഴി എണ്ണ അതുവഴി കടത്തിവിടാം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അവിടെയാണ് ഈ ഹൂത്തികൾ അവിടെ നിന്ന് ആക്രമിക്കുന്നു. അങ്ങനെ പല പല തടസ്സങ്ങൾ പല സ്ഥലത്തും കൊണ്ടുവരുത്തുക. അങ്ങനെ മൊത്തത്തിൽ ഈ യുദ്ധത്തിൻ്റെ ഈ തീവ്രത
മറ്റ് രാജ്യങ്ങൾ ഇറാനോട് ആക്രമിക്കുന്ന മറ്റ് രാജ്യങ്ങളുടെ തീവ്രത കുറയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത്. എന്നുവെച്ചാൽ അത് ഭയങ്കര ടാക്ട്ഫുള്ളിയാണ് ഇവർ ഇതെല്ലാം ഡീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവരുടെ ഒരു യുദ്ധത്തിൻ്റെ പ്രത്യേകത. 2023 ശേഷമാണ് ഈ ഗാസ യുദ്ധവും ഇസ്രായേൽ ഹിസ്ബുള്ള ഏറ്റുമുട്ടൽ വരുന്നു, സിറിയയിലെ രാഷ്ട്രീയ മാറ്റങ്ങൾ വരുന്നു, നിരവധി കമാൻഡർമാരുടെ മരണം വരുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഇവർ കുറച്ചൊന്ന് അമങ്ങിപ്പോയത് എന്ന് പറയും. പക്ഷേ ഇപ്പം അമേരിക്ക ഇറാനും തമ്മിൽ യുദ്ധം തുടങ്ങിയ സമയത്ത് ഈ സഖ്യശക്തികൾ ഒട്ടും ശക്തിയില്ലായിരുന്നു. അവർ വളരെ ദുർബലമായിട്ട് തന്നെ കിടക്കുകയാണ്. പക്ഷേ ഇറാൻ വീണ്ടും ഇറാൻ്റെ ആയുധ ശേഖരങ്ങൾ കുറയുന്നു. ഇറാന് പലതരത്തിൽ ഇറാൻ്റെ സൈനിക താവളങ്ങളും IRGCയും ഒക്കെ തകർക്കപ്പെടുന്നു. ആ ഒരു സമയത്താണ് ഈ സഖ്യശക്തികൾ, ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഈ ഒരു ടീം അവർ രംഗത്തേക്ക് ഇറങ്ങുന്നതും അവർ ഇറാൻ സുരക്ഷയ്ക്കായിട്ട് എന്ത് കാര്യവും അവർ ചെയ്യാം എന്നുള്ള ഒരു ധാരണ ഇറാനുമായിട്ട് അവർ ഉണ്ടാക്കുകയും അങ്ങനെയാണ് ഇറാനെ സഹായിക്കാൻ വേണ്ടി മറ്റു പല സ്ഥലങ്ങളിലും ഇവരുടെ താവളങ്ങൾ ഉണ്ടാക്കുകയും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആയുധമുറകൾ പ്രയോഗിക്കുകയും ആയുധ ശേഖരങ്ങൾ ഇവരുണ്ടാക്കുകയും ചെയ്യുന്നു. അപ്പം ഇങ്ങനെ കംപ്ലീറ്റ് എല്ലാ തരത്തിലും ഇറാന് ഒരു ഹെൽപ്പായിട്ട്, ഒരു സഹായമായിട്ട് ഈ സഖ്യശക്തികൾ ഇപ്പം നിലകൊള്ളുന്നതുകൊണ്ട് തന്നെയാണ് അമേരിക്കയും ഇസ്രായേലും തൽക്കാലത്തേക്ക് ഈ ഒരു കരാറ് ഉണ്ടാക്കി തൽക്കാലം യുദ്ധത്തിൽ നിന്ന് മാറാമെന്ന് തീരുമാനിച്ചതും. ആ കരാറിലും അമേരിക്ക പറയുന്നതിനകത്ത് ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ ഇറാനും മറ്റു മേഖലയിലുള്ള രാജ്യങ്ങളുമൊക്കെ എന്നോട് അഭ്യർത്ഥിച്ചത് കൊണ്ടാണ്, യുദ്ധം നിർത്താം എന്ന് അഭ്യർത്ഥിച്ചത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പം തൽക്കാലം ഈ കരാറിൽ ഒപ്പിട്ട് വയ്ക്കുന്നത്, ധാരണയാകുന്നത്. പക്ഷേ ഇതിന് ഏത് സമയമെങ്കിലും ഈ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുകയോ അല്ലെങ്കിൽ അതിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെടുത്തുകയോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും അമേരിക്കയും ഇസ്രായേലും ഒക്കെ ഇറാനോട് ഏറ്റുമുട്ടാൻ വേണ്ടി വരും എന്ന് തന്നെ അമേരിക്ക പറയുന്നുമുണ്ട്. പക്ഷേ ഇതിനകത്ത് ഈ ഒരു സമാധാന കരാർ ഒരു പ്രതീക്ഷ ബാക്കിയുള്ള ലോകരാജ്യങ്ങൾക്കൊക്കെ നൽകുന്നുള്ളതെന്നുള്ളത് ശരി തന്നെയാണ്. കാര്യം എന്ത് കാരണം കൊണ്ടാണെങ്കിലും ഈ യുദ്ധം എത്ര നാളായി യുദ്ധം തുടങ്ങിയിട്ട്, അപ്പം ഈ യുദ്ധത്തിന് ഒരു അറുതി വരിക എന്ന് പറയുന്നത് സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരാശ്വാസകരം തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. കാര്യം ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിലും ഒരുപാട് മനുഷ്യർ താമസിക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെയുള്ള ഒരു തീരുമാനം, അത് എന്തിൻ്റെ ബേസിലാണെങ്കിലും ഈ ഒരു തീരുമാനം ഏറ്റവും ആശ്വാസകരമാവും. അവരുടെ മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ സുഗമമായിട്ട് നടക്കും. അതുപോലെ ക്രൂഡ് ഓയിലിന് തൽക്കാലത്തേക്ക് വില കുറയാനൊരു ചാൻസ് വരുന്നുണ്ട്. പക്ഷേ നമുക്കറിയാൻ പറ്റില്ല, ഏത് സമയവും ഈ ഇറാനോടുള്ള ഒരു ആക്രമണം വരുമ്പോൾ ഇതാണ് കുഴപ്പം, ഇറാൻ ഒരിക്കലും യുദ്ധം നിർത്തില്ല. യുദ്ധം ഇങ്ങനെ തുടർന്നുകൊണ്ട് 2 ദിവസം അവർ യുദ്ധം നിർത്തും, 3-ാമത്തെ ദിവസം വീണ്ടും അവർ ഈ കരാറൊന്നും അവർ ഓർക്കത്തില്ല, വീണ്ടും അവർ ഏറ്റുമുട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസവും അങ്ങനെ തന്നെയാണ് വന്നത്. പക്ഷേ ഇത് എന്തായാണെങ്കിലും ഈ യുദ്ധത്തിന് ഒരു അറുതി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.